രാജാവിന് പറ്റിയ അമളി അഥവാ അമളി പറ്റിയ രാജാവ്. തൗസിൽ രാജ്യത്തെ രാജ ഗജരാജ ശ്രീതിരുനാൾ മാണപ്പൻ വർമ്മ തമ്പുരാൻ എഴുന്നള്ളുന്നേ. പുട്ടിന് കടലയെന്നോണം, സാമ്പാറിന്റെ പരിപ്പെന്നോണം, കൂടെ ഒരു മന്ത്രി. നമ്മുടെ നാട്ടിലെ പ്രജകളൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയെല്ലാവരും? മന്ത്രി, എടോ മന്ത്രി, നമ്മുടെ പ്രജകളൊന്നും കാണുന്നില്ല. എവിടെ പോയെല്ലാവരും? അപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ, കൗൺസിൽ മഹാരാജ്യത്തെ ഡിഗ്ഡബ്ല്യൂയിലും കേമാട്ടിലും വൻപിച്ച് ക്ലിയറൻസിൽ നടക്കുകയാണ് പോയപ്പോൾ നമ്മുടെ മലയാളി പ്രജകളെല്ലാം ആ ക്ലിയറൻസിൽ അലവാസോണ്ട് കണ്ട ചുറ്റുകളെ പോലെ അവിടെ കിടന്ന് ചുറ്റി കറക്കുന്നുണ്ടോ. ക്ലിയറൻസിലെ അവസാനത്തെ ചട്ടി വരച്ചതിന് ശേഷമേ അവരെല്ലാവരും അവിടെ തിരിച്ചെത്തുള്ളൂ. കൊള്ളാം കൊള്ളാം, കൊള്ളാം. പോട്ടെ പോട്ടെ മന്ത്രി, എന്തുണ്ട് നമ്മുടെ നാട്ടിലെ പുതിയ വിശേഷങ്ങൾ കേൾക്കാൻ നമുക്ക് കൊതിയായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെയോട് തോന്നിക്കരുത്. പറയൂ. യാസ് വന്ന് പോയതിനു ശേഷം നമ്മുടെ ടൗൺസിൽ മഹാരാജ് ആന കയറി ഇറങ്ങിയ കരിമ്പിൻ കാട് പോലെയായിട്ട് പോകും. നമ്മുടെ ഖജനാവിലെ പണം മുഴുവനും പാലിയും തീർന്നു പ്രഭോ, തീർന്നു. ഈശ്വര, എങ്കിൽ പിന്നെ നമ്മുടെ കുമാരിയുടെ പള്ളിക്കെട്ട് എങ്ങനെ നടന്നു? അതിനൊരു വഴി നടന്നു. നമ്മുടെ കൊട്ടാരത്തിലെ ആക്രി സാധനങ്ങളെല്ലാം കൂട്ടി നമുക്കൊരു ഗാരേജ് നടത്തിയാലോ? ഗരാജ് സെയിലോ? ആരാണോ ഗരാജ് സെയിൽ ആക്രി സാധനം മേടിക്കാൻ? അങ്ങേക്ക് മലയാളികളുടെ സൈക്കോളജി അറിയാമായിരുന്നു. ഓസിനാഥ് കിട്ടിയാൽ അതും അവർ കുടിക്കും പ്രഭവം. കൊള്ളാം, നല്ല ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ്. എന്നാൽ പിന്നെ വരന്മാരെ തിരഞ്ഞെടുക്കാനുള്ള മത്സരങ്ങളാണ്. നമുക്കൊരു റിയാലിറ്റി ഷോ നടത്തിയാൽ. റിയാലിറ്റി ഷോ? അതെന്ത് കുന്തോടോ മന്ത്രി, റിയാലിറ്റി? കേരള രാജ്യത്തെ സിൽസില രാജകുമാരൻ ഹരിശങ്കർ എഴുന്നള്ളുന്നേ. എനിക്ക് എവിടെ നിന്ന് കിട്ടിയോളൂ ഈ വേട്ടാവളിയെ? അറിയത്തില്ലാതുകൊണ്ടാണ്. കേരള നാട്ടിൽ ഒരുപാട് ആൽബം വിത്ത് പ്രശസ്തിയുള്ള ഒരു മനുഷ്യനാണ് താടി കണ്ടില്ലേ. എങ്കിൽ കുമാരി വിളിക്കാം. മോളെ എന്നടല്ലേ ഇവിടെ വരൂ, കുമാരൻ കാത്തു നിൽക്കുന്നു.
പറയൂ. മണ്ടന്മാരും മണ്ടൻ മരമണ്ടൻ സന്തോഷ് പണ്ഡിറ്റ് രാജകുമാരൻ എഴുന്നള്ളുന്നേ. ഇവന്റെ കൂടെ കല്യാണം കഴിച്ചാ നമ്മുടെ മകൾക്ക് ശുഭരാത്രിയല്ല, കാളരാത്രിയാവുക. കാളരാത്രി ഈ വിധിയുടെ ചെവി കണ്ടുമുറിച്ച് പുറകെ നടക്കുന്നു. അയ്യോ രാജൻ, എന്റെ ചെവി മുറിക്കരുത്. എന്റെ ചെവി മുറിച്ച ഞാൻ അന്ധനായി പോകും രാജൻ. വിധി ചെവി മുറിച്ചാൽ നീ എങ്ങനെയാണ് അന്ധനാവുന്നത്? പിന്നെ എന്റെ കണ്ണട തന്റെ ചെവി കൊണ്ടുവയ്ക്കും. എടുത്തറിയണോ വിധിയെ? കഥാപ്രസംഗത്തിന്റെ ദുരന്തം ഡഗ്ലസ് രാജകുമാരൻ എഴുന്നള്ളുന്നേ. ഈ രാജകുമാരിയെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ അങ്ങയുടെ ഭടന്മാർ വന്നിട്ട് ഇടിച്ച് പരുവത്തിലേക്ക് റോസുകൾ കൊണ്ട് മുക്കാൻ ശ്രമിച്ചില്ലേ? അമ്മയുടെ മകനാണ്. പക്ഷേ ഒരു ജോലി കൂലില്ലാത്തതിലേക്ക് കുമാരി കഴിച്ചു തരൂ. അബ്ബാവ, എനിക്കൊരു കഥാപ്രസംഗ ട്രൂപ്പുണ്ട്. പിന്നെ ഞാൻ കടികളല്ല കലാകാരനല്ല, കടികളല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. ആനന്ദ കണ്ണിയിൽ മുത്തമിട്ടേ മനം, ആനന്ദ കണ്ണിയിൽ മുത്തമിട്ടേ, ആനന്ദ കണ്ണിയിൽ മുത്തമിട്ടേ മനം, ആനന്ദ കണ്ണിയിൽ മുത്തമിട്ടേ. മുട്ടയിട്ട് തീർന്നേ തീരി. സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് അങ്ങ് കൊച്ചിയിലല്ല, അങ്ങ് ക്യാൻബറയിലല്ല, അങ്ങ് കോതമംഗലത്തുമല്ല. പിന്നെയോ ഈ കഥ നടക്കുന്നത് എല്ലാ ടൗൺസുകളുടെയും വില്ലേജായ ടൗൺസുകളിലെ ഒരു കൊച്ചു ഗ്രാമമായ അനൻഡെയിലാണ്. അന്ന് എന്നും രാവിലെ ഞാൻ പതിവ് പോലെ അനൻഡെയിലിൽ നടക്കാൻ കോയാതിരാവിലെ, അപ്പോൾ പുഴ കാണാം, മല കാണാം, അതിനിടയിൽ അതും കാണാം, എതും കാണാം, അതും കാണാം, എതും കാണാം, അതും കാണാം. അതേ സുഹൃത്തുക്കളെ, അതും ഇതും എല്ലാം കണ്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഈ അനൻഡെയിൽ രാജകുമാരിയുമായി മണ്ണപ്പൻ ചുട്ട് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കാക്കലാക്കി മുറ്റത്തൊരു മൈന. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചപ്പിപ്പോയി. സുഹൃത്തുക്കളെ, മൈന ചമ്മിയിരിക്കുകയാണ്. ഈ ചമ്മിപ്പോയ മൈന നോക്കി ഞങ്ങൾ പാടി, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന. അതേ സുഹൃത്തുക്കളെ, മൈന ചമ്മിയിരിക്കുകയാണ്. ചമ്മിപ്പോയ വിഷമത്തിൽ മൈന ഹൃദയം പൊട്ടി ഭരിച്ചു. മുത്തമിട്ടേ മനം, മുത്തമിട്ടേ, മുത്തമിട്ടേ മനം, മുത്തമിട്ടേ, മുത്തമിട്ടേ മനം, മുത്തമിട്ടേ, മുത്തമിട്ടേ മനം, മുത്തമിട്ടേ. എന്തു ആരെങ്കിലും നിന്റെ പാട്ടിലേക്ക് നമുക്ക് കൃത്യമായില്ല. അടുത്തതായി കായിക ബല പരീക്ഷണങ്ങളാണ്. Let's start the battle of First Amendment of Britannica of Encyclopedia. അതായത് എന്റെ ബുദ്ധിമുത്തശ്ശി കഴിച്ചത് ആടി വലിച്ചൂരി ശക്തി തെളിച്ചുകൊണ്ടാണ്. ഈ നിൽക്കുന്ന കുമാരന്മാർക്ക്
ആണി വലിച്ചു സാധിച്ചാൽ നമ്മുടെ ഈ ആണിയെ തലയിൽ വെച്ച് അടിച്ചു തരുന്ന നമ്മുടെ കുമാരിയുടെ ദേഹത്ത് വണ്ടിക്ക് രക്ഷ കയറി തോന്നുന്നു. ഇനി വിദ്യാർത്ഥി സ്വാമികൾക്ക് മാത്രമേ നമ്മുടെ കുമാരിയെ രക്ഷിക്കാൻ കഴിയൂ. ആരവിടെ? വിദ്യാർത്ഥി സ്വാമികളെ സതിനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. താടിയുള്ളവർക്ക് ഒരു ശാപം. ചോദിച്ചാള് കയറിയ പോലെ കുറച്ച് താടി. നിത്യാനന്ദ സ്വാമികൾ എഴുന്നേൽക്കുന്നേ. ഇന്നലെ ഒരു ബാരാമുട്ടി കഴിച്ചതാ. ഇന്നത് മൂട്ടിന്റെ പാരയെ പറയൂരാ. സ്വാമി, നമ്മുടെ മകളുടെ ശരീരം വണ്ടിക്ക് രക്ഷിക്കണം. എന്ത് രക്ഷിക്കണം സ്വാമി, എന്റെ മകൾ രക്ഷിക്കണം. ഞാൻ നോക്കട്ടെ. ആരാ ഇവിടെ ഒരു കൂതറ ആൽബം പാടിയത്? യക്ഷി കോപിച്ചിരിക്കുന്നു. രക്ഷിക്കാം. മൗണ്ട് സ്റ്റുവർട്ട് ദേവികളാണ്, സ്ട്രാൻഡ് ഭൂതങ്ങളാണ്. ഞാൻ അവളെ പൂട്ടിയിരിക്കും, മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കും. മന്ത്രി, പൂജയ്ക്ക് വേണ്ടി 2 ഇരുകാലികളെ വേണം. 2 ഇരുകാലികൾ? ഞാനിപ്പോ ഒരു 8 കാലി മതിയോ? വിടി, വിഡ്ഢിത്തരം പറയരുത്. മന്ത്രി, പൂജക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ആയിക്കോട്ടെ. അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്നതിന്റെ പ്രതികാരം